UDF തീർച്ചയായും ഭരണം പിടിക്കും. ജനങ്ങളിൽ നിന്നും വലിയ സ്വീകാര്യതയാണ് കിട്ടുന്നത്. മുനിസിപ്പാലിറ്റിക്കെതിരായിട്ടുള്ള വലിയ വികാരം ഈ മുനിസിപ്പാലിറ്റിയിൽ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് 13-ാം തീയതി രാവിലെ വോട്ടെണ്ണുമ്പോൾ പ്രതിഫലിക്കും. തദ്ദേശ പോരിൽ നിന്ന് UDF സ്ഥാനാർത്ഥി ഫസൽ മുഹമ്മദ്, അദ്ദേഹം 12-ാം വാർഡിലാണ് പെരിന്തൽമണ്ണ നഗരസഭയിൽ. ഇത് UDFന്റെ ഉരുക്കുകോട്ട എന്നാണ് നേതാക്കളും പ്രവർത്തകരും അവകാശപ്പെടുന്നത്. ശരിയാണ്, അവർ സ്ഥിരമായി ജയിക്കുന്ന ഒരു വാർഡാണ്. അപ്പോൾ ഇവിടെ മത്സരിക്കുന്ന ഫസൽ മുഹമ്മദിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹം ഈ നാടിന് സുപരിചിതനാണ്. ഇപ്പോ UDF ഒരുപക്ഷെ ഭരണം പിടിക്കുമെന്ന് വരെ നേതാക്കളൊക്കെ പറയുന്നുണ്ട്. പ്രവർത്തകരും വലിയ ആവേശത്തിലാണ്. ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന പ്രതികരണം എന്താണ്? UDF തീർച്ചയായും ഭരണം പിടിക്കും. ജനങ്ങളിൽ നിന്നും വലിയ സ്വീകാര്യതയാണ് കിട്ടുന്നത്. മുനിസിപ്പാലിറ്റിക്കെതിരായിട്ടുള്ള വലിയ വികാരം ഈ മുനിസിപ്പാലിറ്റിയിൽ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് 13-ാം തീയതി രാവിലെ വോട്ടെണ്ണുമ്പോൾ പ്രതിഫലിക്കും. ആ കാര്യത്തിൽ സംശയം വേണ്ട. കോട്ടകൊത്തളങ്ങളടക്കം CPM-ലെ കോട്ടകൊത്തളങ്ങളടക്കം ഇപ്രാവശ്യം UDFന്റെ കയ്യിലേക്ക് തകർത്ത് മുന്നിലേക്ക്. ഈ വാർഡിലെ ജനങ്ങളെ ഇപ്പൊ നിങ്ങളെ സന്ദർശിക്കും കുറെ ഘടകങ്ങളുണ്ടല്ലോ, വികസനത്തിന്റെ കാര്യത്തിലായാലും മറ്റു ഘടകങ്ങളും. പിന്നെ അപ്പോ LDF മുന്നോട്ട് വയ്ക്കുന്ന വേറെ ഘടകങ്ങളുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ അതിദാരിദ്ര്യമുക്ത കേരളം, പിന്നെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ച്, ഇത്ര കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിദാരിദ്ര്യം എന്ന് പറയുന്നത് ഒരു സാമ്പത്തിക മിസ്മാനേജ്മെന്റിന്റെ മാത്രം ഭാഗമാണ്. പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിക്ക് തനതായ ഫണ്ട് തന്നെ ഉള്ള ഏറ്റവും പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയുടെ എണ്ണത്തിൽ എണ്ണപ്പെട്ട ഒരു മുനിസിപ്പാലിറ്റിയാണ്. ആ മുനിസിപ്പാലിറ്റിയുടെ സാമ്പത്തിക മാനേജ്മെന്റ് ചെയ്യാത്തത് കൊണ്ടാണ് പല പ്രവൃത്തികളും നടക്കാതിരിക്കുന്നത്. തീർച്ചയായും UDF അധികാരത്തിൽ വന്നാൽ പെരിന്തൽമണ്ണയുടെ മുഖച്ഛായ ഞങ്ങൾ മാറ്റും. അതിനുള്ള കെട്ടുറപ്പോടുകൂടിയുള്ള സ്ഥാനാർത്ഥിയുടെ വലിയ നിരയാണ് ഞങ്ങൾ നിലനിർത്തിയിട്ടുള്ളത്. തീർച്ചയായും ഞങ്ങളുടെ വിജയം ഉണ്ടാകുമെന്ന് ഞങ്ങൾ ഉറപ്പ്. അപ്പോൾ UDF വലിയ പ്രതീക്ഷയിലാണ്. അവർക്ക് പ്രതീക്ഷ എന്ന് പറയുന്നത് പല കാര്യങ്ങളും അവർ എടുത്തു കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും UDFന് ഇവിടെ അധികാരത്തിലേറാൻ കഴിയുമെന്ന ഒരു വലിയ പ്രതീക്ഷയിലാണ് ഫസൽ മുഹമ്മദും അതുപോലെ കൂടെയുള്ള പ്രവർത്തകരും. പിന്നെ ജയിപ്പിക്കേണ്ടത് ജനങ്ങളാണ്. ആരെ വാഴിക്കണം ആരെ വാഴിക്കണ്ട എന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. അപ്പോൾ ഈ 12-ാം വാർഡിന്റെ മാത്രമല്ല, എല്ലായിടത്തും ഏത് ജനപ്രതിനിധി വേണമെന്ന് ജനം തീരുമാനിക്കട്ടെ എന്ന് എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. ആര് വേണമെന്ന് ജനം തീരുമാനിക്കട്ടെ. ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബ്ബാർ വേണാട്, ചാനൽ 10, പെരിന്തൽമണ്ണ. Serene ambience, total indulgence, traditional but revolutionary, sensible diversity, shopping aspirations beyond everyone's expectations, progressive home electronics, luminous hand-picked fruits, freshest veggies, finest groceries, enticing gifts, crockeries, and cosmetics. The value that always meets your expectations. Jam June Hypermarket, exceeding expectations.